നമ്മളൊന്ന് കൈ കൊടുത്താൽ ജീവിതത്തിലേക്ക് കയറി വരുന്ന എത്രയധികം മനുഷ്യരുണ്ട് എന്നറിയോ? അവിടെ നിങ്ങൾ എത്ര വേണമെങ്കിലും ജയിച്ച് മുകളിലേക്ക് പോയിക്കോളൂ. പക്ഷെ അപ്പോഴൊക്കെയും നിങ്ങൾ തോറ്റുപോയ മനുഷ്യരെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കണം. അമ്മയില്ലാത്തത് കൊണ്ട്, അച്ഛന്റെ അസുഖം കാരണം, വീടില്ലാത്തത് കൊണ്ട്, വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട്, പഠിക്കാൻ കഴിയാതെ, പഠനത്തിൽ മുന്നേറാൻ കഴിയാതെ, ആഗ്രഹിച്ചിട്ടും പലതും നടക്കാതെ, താഴെയുള്ള കുട്ടികളെ മുഴുവനും നോക്കേണ്ടി വരുന്നൊരവസ്ഥയിലേക്കും ജീവിതത്തിന്റെ പ്രയാസങ്ങളിലേക്കും വിടുങ്ങിപ്പോവുകയും നിശ്ചലമാവുകയും ചെയ്ത മനുഷ്യര് ഒരാളെയെങ്കിലും ഇങ്ങനെ കൈപിടിച്ചുയർത്താൻ നിങ്ങൾക്ക് പറ്റിയുള്ളൂ. ഒരായുസ് കൊണ്ട് നിങ്ങൾ ധന്യരായി എന്നാണ് അർത്ഥം. നമ്മൾ എത്ര മുകളിലേക്ക് പോകുന്നു എന്നത് മാത്രമല്ല, നമ്മൾ എത്രയേറെ ജയിച്ച് മുന്നോട്ട് പോകുമ്പോഴും തോറ്റ മനുഷ്യരെ നമ്മൾ എത്ര പരിഗണിക്കുന്നുണ്ട് എന്നത്